നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ആക്രമണങ്ങൾ 11ാം ദിനം പിന്നിട്ടിരിക്കുന്നു. ഇറാന്റെ സൈനിക ശേഷിയും ആക്രമണശേഷിയും പൂർണ്ണമായി തകർക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിശക്തമായ ആക്രമണങ്ങൾക്കുള്ള ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഇറാനിലെ തന്ത്രപരമായ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് ഇന്നലെ രാത്രി കണ്ടത്. സൈനിക കേന്ദ്രങ്ങൾ, വിമാന ഹാക്കറുകൾ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ ഓഫീസുകൾ എന്നിവയ്ക്ക് നേരെ അമേരിക്കൻ സേന ശക്തമായ ആക്രമണങ്ങൾ നടത്തി. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഇറാൻ ഇപ്പോഴിതാ പാകിസ്ഥാനെ വീണ്ടും മധ്യസ്ഥ ശ്രമങ്ങൾക്കായി സമീപിച്ചിരിക്കുന്നു. ഒരു അടിയന്തര വെടിനിർത്തൽ പുനഃസ്ഥാപിക്കണമെന്നാണ് പാകിസ്ഥാനോട് ഇറാന്റെ അഭ്യർത്ഥന. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ ആധിപത്യം അവസാനിപ്പിക്കുക തന്നെയാണ് ഈ ആക്രമണത്തിലൂടെ ട്രംപിന്റെ ലക്ഷ്യം. രാജ്യാന്തര ചരക്ക് കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ ഭീഷണികളൊന്നുമില്ലാതെ സഞ്ചരിക്കാൻ കഴിയണം. US സെൻട്രൽ കമാൻഡ് ഒരു ഔദ്യോഗിക പ്രസ്താവന പുറത്തുവിട്ടു. ഇറാന്റെ സൈനിക ശേഷിയും ആക്രമണശേഷിയും നിഷ്ഫലമാക്കുക എന്നതാണ് ആക്രമണങ്ങളുടെ ലക്ഷ്യം. വൈരുദ്ധ്യമെന്ന് പറയുന്നത് ഇപ്പോഴും ഹോർമുസ് കടലിടുക്കിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾക്ക് ഇറാന് കഴിയുന്നു എന്നത് തന്നെ. ഗൾഫിലെ US സഖ്യരാജ്യങ്ങളിലുള്ള US സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ ഇപ്പോഴും ആക്രമണങ്ങൾ നടത്താൻ ഇറാന് കഴിയുന്നു. അമേരിക്കൻ ആക്രമണങ്ങൾ എത്ര നീണ്ടാലും എത്ര കാലം പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയും എന്നതാണ് ഇറാന് മുന്നിലുള്ള ചോദ്യം. സംഘർഷം പരിഹരിക്കുന്നതിനായി പാകിസ്ഥാനിലേക്ക് ഇറാൻ ആഭ്യന്തരമന്ത്രി ഇസ്കന്ദർ മൊമേനി ഒരു സന്ദർശനം നടത്തി. വെടിനിർത്തൽ കരാർ പുനരുജ്ജീവിപ്പിക്കുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. എന്നാൽ ഇതത്ര എളുപ്പമല്ല. ഇറാനെ ആക്രമിച്ച് തളർത്തുക മാത്രമാണ് ട്രംപിന് മുന്നിലുള്ള പോംവഴി. വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിലിരുന്ന് ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഇറാനുമായി ഇനി അനുരഞ്ജന സംഭാഷണങ്ങളില്ല. ഇറാനുമായി ഇനി ചർച്ച നടത്താൻ US താൽപ്പര്യമില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. തുടക്കം മുതൽ അമേരിക്കയ്ക്ക് വ്യക്തമായ ചില യുദ്ധലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ദീർഘനാൾ ഇറാന് നേരെയുള്ള ആക്രമണം, പിന്നീട് മധ്യസ്ഥ രാജ്യങ്ങളെ ഉപയോഗിച്ച് വെടിനിർത്തൽ ചർച്ചകൾ, സമാധാന കരാർ പ്രഖ്യാപനം. എന്നാൽ സമാധാന കരാർ ലംഘിച്ചുകൊണ്ട് ട്രംപ് വീണ്ടും ആക്രമണങ്ങൾ തുടരും. പലവട്ടം ഇത് ആവർത്തിക്കപ്പെട്ടപ്പോൾ ഇറാനും കാര്യങ്ങൾ മനസ്സിലായി. ഇറാനെ ആക്രമിച്ച് തകർക്കുക തന്നെയാണ് അമേരിക്കയുടെ ആത്യന്തിക ലക്ഷ്യം. ഇതിനു വേണ്ട സമയക്രമമൊരുക്കാൻ ഇടയ്ക്കിടെ വെടിനിർത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആത്യന്തിക യുദ്ധം എന്ന തലത്തിൽ ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്ക് നേരെ ഇറാനും പ്രത്യാക്രമണങ്ങൾ നടത്തുന്നത്. ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ ഏറ്റവും രൂക്ഷമായ ആക്രമണങ്ങളാണ് ഇറാൻ ഇപ്പോൾ നടത്തിയതും. ഇറാന്റെ പ്രധാന യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് നേർക്കും ആക്രമണം നടത്തുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. US ആക്രമണങ്ങൾക്ക് അതേ നാണയത്തിൽ അതിശക്തമായ തിരിച്ചടി ഇറാന് നൽകുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയ ഒരു എണ്ണക്കപ്പലിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. US സഖ്യരാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ വ്യാപകമായി ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നു. പാകിസ്ഥാൻ വഴി അമേരിക്കയ്ക്ക് ഇറാൻ ഒരു രഹസ്യ സന്ദേശം അയച്ചു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ ആഭ്യന്തരമന്ത്രിയും പാകിസ്ഥാൻ സൈനിക മേധാവിയും തമ്മിൽ റാവൽപിണ്ടിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഇതിനാധാരമായ ചർച്ചകൾ നടന്നത്. അമേരിക്കയുമായി ഇനി നേരിട്ടുള്ള ചർച്ചകൾ പ്രയാസകരമാണ് എന്ന് ഇറാന് മനസ്സിലായി. ഇതിനെ തുടർന്ന് സമാധാന ചർച്ചകൾക്കായി പാകിസ്ഥാനെ ഒരു മധ്യസ്ഥനായി ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനയിൽ നിന്നുള്ള ഒരു രഹസ്യ സന്ദേശം ഇറാൻ പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസം മുനീറിന് കൈമാറിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. ഇക്കാര്യം പാകിസ്ഥാൻ സുരക്ഷാ വൃത്തങ്ങളും സ്ഥിരീകരിച്ചു. പാകിസ്ഥാൻ സൈനിക മേധാവി ഉടൻ തന്നെ സൗദി അറേബ്യയും അമേരിക്കയും സന്ദർശിച്ച് ഇറാന്റെ നിലപാടുകൾ അവരെ അറിയിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പാകിസ്ഥാൻ സുരക്ഷാ വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങളനുസരിച്ച് ഇറാനിയൻ ആഭ്യന്തരമന്ത്രി ഇസ്കന്ദർ മൊമേനി പാകിസ്ഥാൻ ജനറൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ അസിം മുനീറുമായി നടത്തിയത് 50 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനയിൽ നിന്ന് ലഭിച്ച രഹസ്യ സന്ദേശം നേരിട്ട് കൈമാറിയത്. ഈ രഹസ്യ സന്ദേശം ഇനി അസിം മുനീർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകും. ഇസ്ലാമാബാദിനെ മേഖലയിലെ സമാധാനത്തിന് നങ്കൂരമെന്നാണ് പാകിസ്ഥാൻ സുരക്ഷാ വൃത്തങ്ങൾ പ്രകീർത്തിക്കുന്നത്. ധാരണയുടെ വിശദാംശങ്ങൾ പാകിസ്ഥാൻ പുറം ലോകത്തോട് വെളിപ്പെടുത്തില്ല എന്നും പറയുന്നു.
അമേരിക്കയ്ക്ക് എത്ര കാലം ആക്രമണങ്ങളുമായി മുന്നോട്ട് കുതിക്കാൻ കഴിയും? ഇറാൻ യുദ്ധത്തിൻ്റെ പേരിൽ അമേരിക്കയ്ക്ക് ഇതുവരെ $37.5 ബില്യൺ ചെലവായി എന്ന് കണക്കുകൾ. ഇത് ഏകദേശം 3.1 ലക്ഷം കോടി വരും. മെയ് മാസത്തിൽ മാത്രം ഏകദേശം $29 ബില്യൺ ചെലവായി എന്നായിരുന്നു കണക്കുകൾ. പ്രതിരോധ വകുപ്പിന് $67 ബില്യൺ അധിക സഹായം വേണമെന്ന അഭ്യർത്ഥന ഇപ്പോൾ സെനറ്റിന് മുന്നിൽ വെച്ചു. പെൻറ്റഗണിൻ്റെ പക്കൽ $75 ബില്യൺ ചെലവഴിക്കാത്ത ഫണ്ടുണ്ടെന്നും അതുപയോഗിക്കാതെ അമേരിക്കൻ ജനത പിന്തുണയ്ക്കാത്ത ഒരു യുദ്ധത്തിന് എന്തിന് അവരുടെ മേൽ ഭാരം അടിച്ചേൽപ്പിക്കുന്നുവെന്നും ചില സെനറ്റർമാർ ചോദിക്കുന്നു. എന്നാൽ ചെലവഴിക്കാത്ത പണം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റു ചില പദ്ധതികൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് ഹെക്സത്ത് വ്യക്തമാക്കുന്നത്. ഗോൾഡൻ ഡോം ഫോർ അമേരിക്ക, ഹൈപ്പർസോണിക്, മറ്റായുധങ്ങൾ എന്നിവയ്ക്കായി ഈ ഫണ്ട് മാറ്റിവെച്ചിരിക്കുന്നു. യുദ്ധത്തിന് ശേഷവും ധാരാളം ഫണ്ട് മധ്യേഷ്യയിലേക്ക് വേണ്ടിവരും അമേരിക്കയ്ക്ക്. മധ്യേഷ്യയിലെ US സൈനിക താവളങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ചെലവ് സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇറാൻ സംഘർഷത്തിൽ വർദ്ധിച്ചു വരുന്ന ചെലവുകൾ, 17 സൈനികരുടെ മരണം, ഇത് ചൂണ്ടിക്കാട്ടി ഡെമോക്രാറ്റിക് പ്രതിനിധികൾ ഇപ്പോൾ രൂക്ഷ വിമർശനം ചൊരിയുന്നു. മറുവശത്ത് അമേരിക്കൻ ജനത ഈ യുദ്ധത്തെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന നിരവധി സർവേ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇക്കഴിഞ്ഞ ദിവസം ജോർദാനിലെ അമേരിക്കൻ സേനാ കേന്ദ്രത്തിന് നേർക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിലാണ് 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടത്. ഇപ്പോഴിതാ കുവൈറ്റിലും ബഹ്റിനിലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ രൂക്ഷമായ ആക്രമണങ്ങൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തുടരുകയാണ്. ഇറാനിലുടനീളം വിവിധയിടങ്ങളിൽ US സേന കഴിഞ്ഞ 11 രാത്രികളിൽ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടി എന്നാണ് ഇറാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഓരോ തവണയും ഒരു അമേരിക്കൻ സൈനികൻ കൊല്ലപ്പെടുമ്പോൾ ആ കൊലപാതകത്തിന് അവർ പല മടങ്ങ് വില നൽകേണ്ടി വരും എന്ന് ട്രംപ് പ്രതികരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന വാണിജ്യ കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി തകർക്കുമെന്ന് ഏറ്റവും ഒടുവിലും ട്രംപ് ആവർത്തിക്കുന്നു. ട്രംപിന്റെ സ്ട്രാറ്റജി വ്യക്തമാണ്. ഇറാനെ ദീർഘകാലമങ്ങ് ആക്രമിക്കുക, പിന്നീട് ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം. ഈ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഖത്തറിനെയും പാകിസ്ഥാനെയും ഒക്കെ സമർത്ഥമായി ഉപയോഗിക്കുക. വെടിനിർത്തലിനും സമാധാനത്തിനും അമേരിക്ക ആഗ്രഹിക്കുന്നു എന്ന നയതന്ത്ര നീക്കങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ ട്രംപിന്റെ നീക്കം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു താൽക്കാലിക വെടിനിർത്തൽ. ഒടുവിൽ ഇറാൻ ഹോർമുസ് ഭാഗികമായി തുറന്നു കൊടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പെട്ടെന്നൊരു ദിവസം ഇറാന് മേൽ അതിശക്തമായ ആക്രമണങ്ങളുമായി ട്രംപ് ഇറങ്ങും. അതിനു മുൻപ് ഇറാന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറുമാന്തലുകളും. ഇറാനിൽ വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷമാണ് ഓരോ തവണയും ഈ വെടിനിർത്തലിലെത്തുന്നത്. ഇതുവരെ ഇറാൻ ഈ തന്ത്രം പിടികിട്ടിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇറാന് കാര്യങ്ങൾ വ്യക്തമായി. അതുകൊണ്ടാവണം ഇറാൻ ഇപ്പോൾ അവരുടെ സകല ശക്തിയും സമാഹരിച്ച് അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായ കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ തുടരുന്നതും. യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇറാന്റെ മിസൈലുകൾ എല്ലാ അറബ് രാജ്യങ്ങളിലും എത്തും എന്ന മെസ്സേജ് നൽകലാണ് ഇറാന്റെ യുദ്ധതന്ത്രം. ബോംബുകൾ വീഴട്ടെ, വിമാനങ്ങൾ വരട്ടെ. അമേരിക്കൻ വ്യോമസേനയെ ഇപ്പോഴും വെല്ലുവിളിക്കുന്ന IRGC തികഞ്ഞ അത്ഭുതമാണ് ലോകത്തിന് മുന്നിൽ. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് പിക്കാക്സ് പർവ്വതനിരയെയാണ്. അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം ഈ ഭൂഗർഭ സമുച്ചയമാകുമെന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി വീണ്ടും പുനർനിർമ്മിക്കുകയാണ് എന്ന ഇസ്രായേൽ രഹസ്യാന്വേഷണ കണ്ടെത്തലാണ് അമേരിക്ക പിക്കാക്സ് പർവ്വതനിരയ്ക്ക് നേരെ ആക്രമണം നടത്താനുള്ള കാരണവും. ഭൂമിക്കടിയിലെ അതീവ സുരക്ഷിതമായ ഒരു പർവ്വത സമുച്ചയത്തിൽ ആയിരക്കണക്കിന് യുറേനിയം സമ്പുഷ്ടീകരണ സെൻട്രിഫ്യൂജുകൾ ഇറാൻ രഹസ്യമായി മാറ്റി എന്ന വാർത്ത പുറത്തുവിട്ടത് ഇസ്രയേൽ. ഇറാനിലെ പിക്കാക്സ് പർവ്വതം അഥവാ മൗണ്ട് കൊളാങ് എന്നറിയപ്പെടുന്ന ഈ ഭൂഗർഭ സമുച്ചയം അമേരിക്ക ആക്രമിച്ച് തകർക്കും എന്ന് ട്രംപ് പിന്നീട് വ്യക്തമാക്കി. ഇത് വെറുമൊരു പർവ്വതമല്ല, ഇറാന്റെ ഭാവി ആണവശേഷിയുടെ ഹൃദയമാകാൻ സാധ്യതയുള്ള ഒരു പ്രദേശം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും തകർക്കാൻ കൂടുതൽ ശക്തമായ സൈനിക നടപടികൾ വേണ്ടിവരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിനോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്ക നടത്തുന്ന ഈ ആക്രമണങ്ങളിൽ ഇസ്രയേൽ പങ്കാളികളായിട്ടില്ല. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതികൾക്ക് നേരെ ആക്രമിക്കാനുള്ള ഒരു പദ്ധതി അമേരിക്ക ഇട്ടാൽ അതിനൊപ്പം ഇസ്രയേൽ കൂടി ചേരും. ഉപഗ്രഹ ചിത്രങ്ങൾ അപഗ്രഥിച്ച വിദഗ്ധർ പറയുന്നത് കഴിഞ്ഞ ചില മാസങ്ങളിലായി പിക്കാക്സ് മേഖലയിലേക്ക് കൂടുതൽ ട്രക്കുകളുടെ വരവും പോകലും ഉണ്ടെന്നാണ്.
അവർ പുതിയ തുരങ്കങ്ങൾ ശക്തിപ്പെടുത്തുകയും സുരക്ഷാ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തതായി സൂചനകളും പുറത്തുവരുന്നു. ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാൻ ആണവശേഖരം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സാഗ്രോസ് പർവ്വത മേഖല ആക്രമിക്കുമെന്ന്. ഇറാന്റെ നതാൻസ് ആണവ നിലയത്തിന് സമീപമാണ് പിക്കാക്സ് മൗണ്ടൻ മലനിരകൾ. ഇവിടെയുള്ള തുരങ്കങ്ങളിലാണ് യുറേനിയം സമ്പുഷ്ടീകരണത്തിന് സഹായിക്കുന്ന ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകൾ ഇറാൻ രഹസ്യമായി ഒളിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 300 അടിയിലധികം താഴ്ചയിൽ ഉറപ്പുള്ള ഗ്രാനൈറ്റ് പാറകൾക്കടിയിലാണ് ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എന്ന രഹസ്യ വിവരവും ഇസ്രയേൽ പുറത്തുവിട്ടു. സ്വന്തം രാജ്യത്ത് നിന്ന് ഉയരുന്ന പ്രതിഷേധങ്ങൾ, മറുവശത്ത് ഇറാനെ ഇനിയും വെറുതെ വിട്ടാൽ അത് അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയായി മാറുമെന്ന് ട്രംപിന് മനസ്സിലായി. ഒടുവിൽ ഇറാനെ തച്ച് തകർത്ത് മാത്രമേ ഇനി ഈ യുദ്ധത്തിൽ നിന്നൊരു പിൻവാങ്ങൽ സാധ്യമാകൂ എന്ന നിലയിലാണ് അമേരിക്കയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.